ദൈവത്തിന്റെ കരമുള്ള ഇടയൻ വെളിപ്പെടാൻ സമയമായിരിക്കുന്നു. നിന്നെ കൊണ്ട് ദൈവം ചിലത് ചെയ്യിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ നിന്റെ മേൽ ചില കൃപകൾ ചൊരിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നീ ഭാരത്തെ കുറിച്ച് മറന്നു കളയുക. അവൻ പണ്ടുള്ളവയെ നീ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നീ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇന്നലത്തെ കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടിരിക്കാതെ ഇന്ന് പകൽ പുതിയതായി ദൈവം നിന്നെ നിർത്തിയിരിക്കുകയാണ്. അവൻ നിന്നിലൂടെ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തടുക്കുവാൻ, അതിനെ തടുത്തു നിർത്തുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. അതിന്റെ കാരണം നീയല്ല ചെയ്യാൻ പോകുന്നത്, അത് ദൈവത്തിന്റെ കരമാണ് ചെയ്യാൻ പോകുന്നത്. നീയല്ല ചെയ്യാൻ പോകുന്നത്, അത് ചെയ്യാൻ പോകുന്നത് ദൈവത്തിന്റെ കരമാണ്. ദൈവത്തിന്റെ കരമിറങ്ങും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം ഇറങ്ങി നമ്മളല്ല പിന്നെ പ്രവർത്തിക്കാൻ പോകുന്നത്, നമ്മൾ ആളും. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ കരം, അതാണ് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. കർത്താവിന്റെ കരം, അവര് ലോകം മുഴുവൻ പോയി സകല ജാതികളോടും സുവിശേഷം പ്രസംഗിച്ചു. കർത്താവിന്റെ കരം അവരോട് കൂടെ ഇരുന്നു. അല്ലേ? ആ വാക്യം എവിടെയാ കിടക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. മർക്കോസ് 16:20 കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. മർക്കോസ് 16:20 ഒന്ന് വായിച്ചേ. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. ആമേൻ. അപ്പോൾ ആരാ പ്രവർത്തിച്ചത്? കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു. ആമേൻ. മതി, അത് മതി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. ഇന്ന് രാവിലെ ദൈവം പറയുകയാണ്, നമ്മളെ കൊണ്ട് ഒന്നും കഴിയില്ല. എന്നാൽ ദൈവത്തിനൊരു ടൈമുണ്ട്, ഒരു സമയമുണ്ട്. ആ സമയം വന്നു കഴിയുമ്പോൾ ആമേൻ, കർത്താവ് നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഒന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം വെറുതെ പറയുകയല്ല, ഈ സമയം വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് മടങ്ങി വരാം. അപ്പോസ്തല പ്രവൃത്തി, ആമേൻ, അവരെ എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇത് സംഭവിക്കാൻ പോവുകയാണ്? ഹല്ലേലൂയ. എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും എല്ലാവർക്കും എന്ത് ചെയ്തു? പങ്കിടുക. അപ്പൊ അതിന്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സഭയ്ക്കകത്ത് വന്നുകൂടിയ 3000 പേരില് കടമുള്ളവരും ദാരിദ്ര്യമുള്ളവരും ഉണ്ടായിരുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ സമ്പത്തുള്ളവരും ധാരാളം വസ്തുവകകൾ ഉള്ളവരും അവിടെ ആ സഭയിലുണ്ടായിരുന്നു. എന്ത് സംഭവിച്ചു? ഇവരെല്ലാവരും അവരുടെ വസ്തുവകകളും ജന്മഭൂമികളെല്ലാം വിറ്റ് ഓരോരുത്തർക്ക് ആവശ്യമുള്ളതനുസരിച്ച് എന്ത് ചെയ്തു? അതിനെ പങ്കിട്ടു. ആമേൻ. ഇതൊക്കെ വളരെ പെട്ടെന്ന് നടന്നു. ഇതാണ് ഉല്ലാസം. ഹല്ലേലൂയ. കർത്താവ് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. പകലൊന്ന് വിശ്വസിച്ച് എല്ലാ കടവും മാറാൻ പോവാ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇത് കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്താൽ സംഭവിച്ചതായി കടഭാരം. ഹല്ലേലൂയ. അല്ലാതെ ആമേൻ ഇടയന്റെ പരിപാലനത്തിലേക്ക് നല്ലൊരു ഇടയൻ കർത്താവിന്റെ കരം നമ്മൾ ഭരിക്കാൻ തുടങ്ങുമ്പോൾ ഈ ആക്രമണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് പകലത് വിശ്വസിക്കേ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദൈവം ഇതിനെ പരിഹരിക്കാൻ പോകുകയാണ്. അന്നത്തെ സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉള്ളവരെല്ലാം ആ സഭയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ പരിപാലനമുള്ള സഭയ്ക്കകത്തേക്ക് അവരെ കയറ്റി. പിന്നെ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത് ആരാന്നറിയോ? കർത്താവിന്റെ കരമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കേ.
അധികം സമയം വേണ്ട ദൈവത്തിന് ഇത് മാറ്റാൻ. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ എന്ന് പറഞ്ഞ അർത്ഥം അറിയോ? കർത്താവിന്റെ കരമിറങ്ങി പരിപാലിക്കുന്ന സഭയ്ക്കകത്ത് വന്നു ചേർന്നിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ എന്ത് വിഷയം നിന്നെ അലട്ടുന്നെങ്കിലും അതിന്റെ പരിഹാരമാർഗം പുറത്തല്ല, സഭയ്ക്കകത്താണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭയ്ക്കകത്ത് വന്നിരിക്കുന്ന നിനക്ക് പലവിധ ഭാരങ്ങളുണ്ട്. കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്താൽ നീ അവശനായിരിക്കുകയാണ്. എന്നാൽ അവൻ നിനക്കുള്ള പരിഹാരം സഭയ്ക്ക് വെളിയിലല്ല, സഭയ്ക്കകത്തുനിന്നുണ്ടാകുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. അന്ന് അങ്ങനെയാണ് സംഭവിച്ചത്. ഹല്ലേലൂയ. ഇന്നും അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. അന്ന് പത്രോസിന്റെ പ്രസംഗം കേട്ട് 3000 പേര് രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. അവര് സ്നാനമേറ്റു, സഭയോട് ചേർന്നു. സഭയോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ സഭയുടെ നാഥനായ കർത്താവാണ് നിന്റെ കുടുംബത്തിന്റെ കാര്യം തീരുമാനിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നീ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് പിന്നെ സഭയുടെ നേതാവായിരിക്കുന്ന യേശുവാണ്. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ കരം കൂടെ ഇരിക്കുന്ന അപ്പോസ്തലന്മാര്, ആമേൻ, അവരുടെ സഭയ്ക്കകത്ത് അവൻ നീ ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ നിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടാൻ തുടങ്ങും. ഇന്ന് പകൽ എന്തിനത് പറഞ്ഞെന്നറിയോ? കർത്താവ് അങ്ങനെ ഒരു കൂട്ടമാക്കാനാണ് നമ്മളെ കുറിച്ച് പദ്ധതി. ഹല്ലേലൂയ. കർത്താവ് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞു, മുമ്പുള്ളവയെ നീ ഇനി ഓർക്കണ്ട, പണ്ടുള്ളവയെ നീ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. അത് ഇപ്പോൾ ഉത്ഭവിക്കും. ഹല്ലേലൂയ. അത് ഇപ്പോൾ ഉത്ഭവിക്കും. എന്നിട്ട് പറയാണ്, മരുഭൂമിയിൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും. നിർജ്ജന പ്രദേശത്ത് ഹല്ലേലൂയ ഞാൻ നിനക്ക് വേണ്ടി നദികളെ ഉരുവാക്കും. ഹല്ലേലൂയ. എത്ര പേരെന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, ഉല്ലാസം എന്ന് പറഞ്ഞ അർത്ഥം, ആമേൻ, നിന്നെ ആക്രമിക്കുന്ന കാട്ടുമൃഗങ്ങളിൽ നിന്ന് നിനക്ക് ദൈവത്തിന്റെ സഭ മുഖാന്തരം ഒരു വിടുതൽ വരാൻ പോകുന്നു. കർത്താവിന്റെ കരം നിന്റെ മേൽ, ആമേൻ, നിന്നെ പരിപാലിക്കേണ്ടതിന് കർത്താവിന്റെ കരം ഇറങ്ങാൻ പോകുന്നു. Praise the Lord. Hallelujah. ഇന്ന് പകൽ എത്ര പേർ ആമേൻ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എന്റെ ജീവിതം മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഉല്ലാസമുണ്ടാകേണ്ടതിന്, കാട്ടുമൃഗങ്ങൾ ആക്രമണത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടതിന്, സിംഹത്തിന്റെ മേലും അണലിയുടെ മേലും ചവിട്ടുവാൻ അധികാരമുള്ള കർത്താവ് ഇന്ന് മുതൽ എന്റെ ഇടയനായി വെളിപ്പെടാൻ പോകുന്നുവെന്ന് ഇന്ന് പകൽ ആർ പ്രഖ്യാപിക്കും? നമ്മൾ പറയണം, നമ്മൾ പ്രഖ്യാപിക്കണം. സിംഹത്തിന്റെ മേലും അണലിയുടെ മേലും ചവിട്ടുവാൻ അധികാരമുള്ള കർത്താവ് എന്റെ ഇടയനായി വെളിപ്പെടാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. സിംഹത്തിന്റെ മേലും അണലിയുടെ മേലും ചവിട്ടാൻ അധികാരമുള്ള കർത്താവ് എന്റെ ഇടയനായിട്ട് വെളിപ്പെട്ടെങ്കിൽ മാത്രമേ എനിക്ക് ഉല്ലാസം ഉണ്ടാകുകയുള്ളൂ. നമ്മൾ എത്ര സഭ മാറിയാലും ഇതില്ലെങ്കിൽ ഒരു കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാനും നിങ്ങൾ നമ്മുടെ എല്ലാവരും കാര്യം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഉല്ലാസം ഉണ്ടാകണമെങ്കിൽ കർത്താവിന്റെ കരം നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കണം. നമ്മെ ആക്രമിക്കുന്ന സിംഹത്തെയും അണലിയുടെയും ചവിട്ടുവാൻ അധികാരമുള്ള കർത്താവ് നമ്മെ പരിപാലിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ വർഷങ്ങൾ എടുക്കയില്ല, അധികം ദിവസങ്ങൾ എടുക്കയില്ല. പെട്ടെന്ന് ചില കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആലോചന കൈമാറുകയാണ്. അത് സംഭവിച്ചെങ്കിൽ എന്നും മാറ്റമില്ലാത്ത അത്ഭുത കരം നിനക്ക് വേണ്ടി ഇറങ്ങാൻ സമയമായിരിക്കുന്നു. അവൻ സഭയ്ക്ക് പുറത്തുനിന്നല്ല, സഭയ്ക്കകത്തുനിന്ന് നിന്റെ ജീവിതത്തിൽ ഒരു ഒഴുക്ക് വരാൻ പോകുന്നു. നിന്റെ ജീവിതത്തിലേക്ക് ആമേൻ സ്വത്രം. ഹല്ലേലൂയ. ഗുഡാരവചന പ്രമാണക ജീവാരവലവോച്ചാരകൾ ഘനാധികസ്യ അക്ഷര പ്രബന്ധനാധികരഹസ്യ ദീപാലവചന പ്രബന്ധനാധികസ്യ. യേശുവിന്റെ നാമത്തിൽ
യേശുവിന്റെ രക്തം ജയം. അവന്റെ ആത്മാവ് പറയും ഇങ്ങനെയാണ്, നമ്മൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഇന്നു മുതൽ പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ കരമിറങ്ങി പരിപാലിക്കുന്ന ഒരു സഭയായി തീരണം. നിന്റെ അഭിഷേകമുള്ള അപ്പോസ്തലന്മാരും നിന്റെ കരം പ്രവർത്തിക്കുന്ന പ്രവാചകന്മാരും നിന്റെ കരം പ്രവർത്തിക്കുന്ന സുവിശേഷകന്മാരും നിന്റെ കരം പ്രവർത്തിക്കുന്ന ഇടയന്മാരുമുള്ള സഭയായി ആമേൻ ഈ സഭ വെളിപ്പെടട്ടെ എന്ന് നമ്മൾ ഇന്ന് മുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് എന്റെ കരം ആമേൻ ഞാൻ ഈ ദേശത്ത് ഇറക്കിക്കൊണ്ട് ഈ ദേശത്തിന്റെ ആമേൻ ദേശത്ത് ഉല്ലാസം ഉണ്ടാക്കേണ്ടതിന് ഞാൻ വെളിപ്പെടാൻ പോവുകയാണെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിലെ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ പത്രോസ് പുറത്ത് കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഒരു കാര്യം വ്യക്തമായിട്ട് കർത്താവ് പറയുന്നു, നമ്മുടെ വിടുതൽ വരാൻ പോകുന്ന പുറത്തുനിന്നല്ല അകത്തുനിന്നാണ്. പ്രാർത്ഥിച്ച മാത്രം മതി. കഥ പറയും പുറത്തുനിന്നല്ല വരാൻ പോകുന്നത്, അകത്തുനിന്നാണ്. ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. ആമേൻ. അകത്തുനിന്ന് വരും. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനെ കത്ത് വേറൊന്നും പറയുന്നില്ല. കർത്താവേ നമ്മുടെ ആരുടെയും കുറ്റം കുറവൊന്നല്ല. നമ്മളൊക്കെ കുറവില്ലവരാണ്, കഴിവില്ലാത്തവരാണ്. പക്ഷെ കർത്താവ് ഇന്ന് വാഗ്ദത്തമായി പറയുന്നു, നിന്റെ ജീവിതത്തിൽ ഉല്ലാസം ഉണ്ടാകേണ്ടതിന് എന്റെ കരമിറങ്ങും. ഹല്ലേലൂയ. ഞാൻ കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ഞാൻ നിന്റെ ഇടയനായി മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. അധികം സമയമില്ലാതെ അധികം സമയമെടുക്കാതെ വണ്ണം ദൈവത്തിന്റെ സഭയെ കർത്താവിന്റെ കരം പരിപാലിക്കാൻ തുടങ്ങുമ്പോൾ ഭാരമുള്ളവരുടെ ഭാരങ്ങൾ നീങ്ങിപ്പോകും. സകല ഭാരവും പറ്റുന്ന പാപവും നീങ്ങിപ്പോകും. നിന്റെ കൂടാരത്തിൽ ഉല്ലാസം ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നോട് ആലോചന കൈമാറുകയാണ്. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് രണ്ട് കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്ന്, ദൈവത്തിന്റെ സഭയ്ക്കകത്ത് ഉല്ലാസം ഉണ്ടാകണം. സമ്പത്തുണ്ടാകണം എന്നല്ല പറയുന്നത്. എന്തുണ്ടാകണം? ഉല്ലാസം ഉണ്ടാകണം. ഉല്ലാസം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. അന്ന് അപ്പോസ്തലന്മാരുടെ സഭ, അന്നത്തെ സഭയ്ക്കകത്ത് പറയുന്നത് എന്തുകൊണ്ടാണ്? സഭയ്ക്കകത്ത് ഒരുത്തൻ വന്നാൽ കർത്താവിന്റെ കരം പിന്നെ അവന് പരിപാലിക്കാൻ തുടങ്ങും. അവിടെ പറയുകയാണ്, അവരുടെ ഇടയിൽ മുട്ടുള്ളവർ, പറഞ്ഞേ, അവരുടെ ഇടയിൽ മുട്ടുള്ളവർ ആരും ഉണ്ടായിരുന്നില്ല. കർത്താവിൻ സ്തോത്രം. ഹല്ലേലൂയ. കോടീശ്വരന്മാരുണ്ടായിരുന്നു എന്നല്ല പറഞ്ഞത്, അവരുടെ ഇടയിൽ മുട്ടുള്ളവർ ആരും ഉണ്ടായി. അപ്പൊ അതിന്റെ അർത്ഥം, മുട്ടുള്ളവനെ പരിപാലിക്കാൻ കർത്താവിന്റെ കരം സഭയ്ക്കകത്തുണ്ട്. ഹല്ലേലൂയ. മുട്ടുള്ളവനെ പരിപാലിക്കാൻ ആരുടെ കരം സഭയ്ക്കകത്തുണ്ട്? കർത്താവിന്റെ കരം സഭയ്ക്കകത്തുണ്ട്. അതാ പറഞ്ഞ, നിന്റെ കൂടാരത്തിൽ ഉല്ലാസത്തിന്റെയും രണ്ട് ജയത്തിന്റെയും, ലോകത്തെ ജയിക്കാൻ, ലോകമോഹങ്ങളെ ജയിക്കാൻ, ജഡത്തിന്റെ ശക്തിയെ ജയിക്കാൻ നിന്റെ മേലൊരു ജയം വെളിപ്പെടും. കാരണം എന്താണെന്നറിയോ? അവൻ നിന്നെ പരിപാലിക്കുന്നത് കർത്താവിന്റെ കരമാണ്. ഹല്ലേലൂയ. ഓ അതിനുള്ള സമയം വന്നിരിക്കുകയാണ്. നമ്മൾ പറയുന്ന കർത്താവ് പ്രാർത്ഥിക്കുക, ഉണർന്ന് പ്രാർത്ഥിക്കുക. എന്റെ കരം ഈ സഭയ്ക്കകത്ത് ഇറങ്ങും. ഹല്ലേലൂയ. എന്റെ കരം ഇറങ്ങി പ്രവർത്തിക്കും. എന്റെ കരം പ്രവർത്തിക്കുന്നവരായി നമ്മൾ മാറും. ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നവരായി നമ്മളല്ല. ഹല്ലേലൂയ. നമ്മളെ കൊണ്ടല്ല ഒന്നും സാധ്യമല്ല. എന്നാൽ ഹല്ലേലൂയ, കർത്താവ് നമ്മിൽ വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.